ഗൈസ്, ഇന്ന് നമ്മൾ ചില്ലി ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻ വേണം. നമ്മളിവിടെ ഓലമീനാണ് എടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഓലക്കുടിയൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ മീൻ നല്ല മാംസമുള്ള മീനാണ്. ഇവിടെ നമ്മളത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വറുക്കാൻ പോകുന്ന ടൈമിലാണ് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. ഇവിടെ നമ്മൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല സ്ക്വയർ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ 6-7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കാണിക്കുന്നത്. ബാക്കി പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ ഒരു പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. നല്ല മാംസമുള്ള മീനല്ലേ, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് നോക്കിയാൽ അങ്ങനെ നമ്മളുടെ മീൻ നല്ലതുപോലെ കിടന്ന് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കടായി എടുക്കുക. അതിലേക്ക് നമ്മൾ മീൻ വറുത്ത എണ്ണയുടെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിതേ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. സവാള ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നിറം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്കിവിടെ അതിൻ്റെ ഒരു രുചി അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയതിൻ്റെ ആ പച്ച മണം മാറി വരത്തില്ലേ, അപ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഏകദേശം നമ്മൾ 2 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്കനുസരിച്ചാണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 1.5 സ്പൂണോളം സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഐറ്റംസ് എല്ലാം നല്ലതുപോലെ കിടന്നിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മളൊരു 1/2 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേ നമ്മളുടെ ഐറ്റംസ് എല്ലാം ഇവിടെ കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നല്ലതുപോലെ അതും ഒന്ന് മിക്സ് ചെയ്യുക. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് 1 ഗ്ലാസ് വെള്ളത്തിൽ, നോർമൽ പച്ചവെള്ളം മതി, അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അളവനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടാവുന്നതാണ്. ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കോൺഫ്ലവർ ഒഴിച്ചപ്പോൾ തന്നെ നോക്കിയേ. അവസാനം കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി ഫിഷ് റെഡിയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, അപ്പം, പൊറോട്ട, ബ്രെഡ്, ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയും ചില്ലി ഫിഷും കൂടെ ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിൻ്റെ മീൻ കഷ്ണങ്ങളെല്ലാം. സോ ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ ബൈ.